പ്രിയപ്പെട്ട ശ്രോതാക്കളെ, സാഹിത്യസുരഭിയിലേക്ക് സ്വാഗതം. ഇന്ന് ഈ പരിപാടിയിൽ അടരടരായി ആശാൻ കൃതികൾ കൽപ്പറ്റ നാരായണന്റെ വീക്ഷണത്തിൽ ഡോക്ടർ മാലിനി മുരളി ചെയ്യുന്ന പ്രഭാഷണം, സോണി വർഗീസ് വാരനാടിന്റെ കവിതകൾ, കെ രതീഷ് എഴുതി അവതരിപ്പിക്കുന്ന കഥ എന്നിവ കേൾക്കാം. ആദ്യം അടരടരായി ആശാൻ കൃതികൾ കൽപ്പറ്റ നാരായണന്റെ വീക്ഷണത്തിൽ ഡോക്ടർ മാലിനി മുരളി ചെയ്യുന്ന പ്രഭാഷണം. അടുത്തിടെ നടന്ന ഒരു സാഹിത്യോത്സവത്തിൽ കൽപ്പറ്റ നാരായണന്റെ ഏറ്റവും പുതിയ ആശാൻ പഠന പുസ്തകത്തെ പരിചയപ്പെടുത്തുന്നൊരു ചടങ്ങ് സംഘടിപ്പിച്ചിരുന്നു. 70 വയസ്സിന് ശേഷം മാത്രം തനിക്ക് എഴുതാൻ കഴിയുന്ന ഒരു ആശാൻ വായനയാണ് ഈ പുസ്തകം എന്ന് പറഞ്ഞു തുടങ്ങിയ കൽപ്പറ്റ നാരായണൻ 20 മിനിറ്റ് ദൈർഘ്യമുള്ള ആ ആമുഖ സംഭാഷണത്തിൽ തന്നെ വായനയുടെ അടരടരായ ആഴങ്ങൾ കവിക്ക് മാത്രം കഴിയുന്ന വേഗതയോടുകൂടി അഗാധമായി ആവിഷ്കരിച്ചു. അടരടരായി ആശാൻ എന്നാണ് കൽപ്പറ്റ നാരായണന്റെ പുസ്തകത്തിന്റെ പേര് തന്നെ. ഒരിക്കൽ ഒരു തീക്കുണ്ടത്തിന് ചുറ്റുമിരിക്കുന്ന ഒരൊറ്റ മോതിരം പോലെ തെളിയുന്ന മുഖങ്ങളിൽ നിന്നാണ് എല്ലാം ഉയിർക്കൊണ്ടത് എന്ന മേതിൽ വാചകം ഓർത്തുപോകുന്നു. ദേവലോകത്ത് നിന്ന് മനുഷ്യന് തീ മോഷ്ടിച്ചു കൊണ്ടുകൊടുത്ത പ്രോമത്യൂസിനെയാണ് മനുഷ്യ സംസ്കാരത്തിന്റെ കർത്തൃത്വം നാം ഏൽപ്പിക്കുന്നത്. തീ എന്ന മലയാള വാക്കിന്റെ സംസ്കൃത മൂലപദം ധീ ആണ്. അറിവ്, ചിന്താശക്തി, ഗ്രഹണശേഷി എന്നൊക്കെ അർത്ഥവും. തീയിൽ കുരുത്തത് വെയിലത്ത് വാടാത്തതും ഇതുകൊണ്ടാവാം. അടരടരായി ആശാനെ വായിച്ചെടുക്കുന്ന കൽപ്പറ്റ നാരായണൻ അദ്ദേഹത്തിന്റെ കാവ്യലോകത്തെ പരിചയപ്പെടുത്തുന്നത് സ്ത്രീകളിലൂടെ മാത്രം പറയാവുന്ന മനുഷ്യാവസ്ഥയെ ഗാഢമായി ആവിഷ്കരിച്ച കവി എന്ന നിലയ്ക്കാണ്. ഒരു കവിക്കു മാത്രം കൈമുതലായ ശ്രദ്ധയോടും തെളിവോടും കൂടി തന്റെ നീണ്ട വായനാ ജീവിതം മുഴുവൻ ഊർജമായി ഉപയോഗിച്ചുകൊണ്ട് കൽപ്പറ്റ വിചിന്തനം ചെയ്യുന്നു. തീക്കുണ്ടത്തിന് ചുറ്റുമിരിക്കുന്ന ഒരൊറ്റ മോതിരം പോലെ തെളിയുന്ന മുഖങ്ങൾ അങ്ങനെ മാതംഗിയും സീതയും സാവിത്രിയും നളിനിയും ലീലയും വാസവദത്തയുമായി നമുക്ക് മുന്നിൽ ഉയിർക്കൊള്ളുന്നു. അസ്വതന്ത്രനേക്കാൾ അസ്വതന്ത്രയാണ് അസ്വാതന്ത്ര്യം അനുഭവിക്കുന്നത് എന്നതിനാലും പതിതനേക്കാൾ പതിതയാണ് പാതിഥ്യം അനുഭവിക്കുന്നത് എന്നതിനാലും സ്വാതന്ത്ര്യവും സമത്വവും മുഖ്യപ്രമേയങ്ങളായി പ്രത്യക്ഷപ്പെടുന്ന ആശാന്റെ കാവ്യലോകത്തിൽ സ്ത്രീ മുഖ്യ കഥാപാത്രമായി എന്ന് കൽപ്പറ്റ നിരീക്ഷിക്കുന്നു. സ്ഫുരിക്കുമീ നിന്നുടലിൻ പദാർത്ഥമെന്തെന്നുരയ്ക്ക മിന്നൽ പിണരിൻ സ്ഫുലിംഗമോ എന്ന് മിന്നാമിനുങ്ങിനോട് ആരായുന്ന ആശാൻ തന്റെ സ്ത്രീ കഥാപാത്രങ്ങളിൽ ആവേശിക്കുന്നത് ആരായുകിൽ അന്ധത്വമൊഴിക്കുന്ന അറിവിൻ വീര്യമാണ്. അറിവ് ഏറ്റവും ബൃഹത്തായ പൊരുതലാണ്. ആരായുകിൽ അഥവാ ബോധപൂർണമായ അന്വേഷണത്തിൽ ഉരുത്തിരിയുന്ന ഏക സഞ്ചാരപഥമാണ്. എനിക്ക് ഏറ്റവും അനുയോജ്യമായ അവസ്ഥയെ സ്വയം തിരഞ്ഞെടുക്കലാണ്. ഒറ്റവാക്കിൽ പറയുകയാണെങ്കിൽ സ്വാതന്ത്ര്യമാണ്. സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം എന്ന് പ്രസ്താവിച്ച കവിയാണ് ആശാൻ. ആരാച്ചാർ വെട്ടിയരിഞ്ഞ് അഴുക്കിലും ചോരയിലും പുരണ്ട് മാംസതുണ്ടമാക്കപ്പെട്ട വാസവദത്തയ്ക്കാണ് ആത്മോദയം ലഭിക്കുന്നത്. ഉപഗുപ്തൻ സമുദ്ധരിക്കുന്നതിലൂടെ അവൾ ഏറ്റവും അവളാകുന്നു. പറയാവതല്ലാത്തൊരു പരമശാന്തി രസത്തിനുറവയായി അവൾക്കു തോന്നിയ അവളെ തന്നെ. പാരതന്ത്ര്യത്തിൽ നിന്ന് അറിവിൻ സ്വാതന്ത്ര്യത്തിലേക്ക് ആനയിക്കപ്പെട്ട വാസവദത്ത കാമശരീരത്തിൽ നിന്ന് ബോധശരീരമായി പരിവർത്തനപ്പെടുന്നു. ഇത് സംഭവിക്കുന്നത് ഒറ്റ നിമിഷം കൊണ്ടാണ്. ക്ഷണത്തിൽ ചെന്ന് ഞെരുങ്ങി പ്രപഞ്ചം നിന്നഹോ ഹിമകണത്തിൽ ബിംബിച്ചു കാണും കാനനം പോലെ. വാസവദത്തയ്ക്ക് ഉപഗുപ്തനും മാതംഗിക്ക് ആനന്ദനും നളിനി ലീലമാർക്ക് ദിവാകര മദനന്മാരുമാണ് ആത്മസാക്ഷാത്കാരത്തിന് പ്രേരണയാവുന്നതെങ്കിലും മനുഷ്യൻ ആശാന് ഒരിക്കലും ഒരു പുല്ലിംഗ പദമല്ല എന്ന് കൽപ്പറ്റ നാരായണൻ രേഖപ്പെടുത്തുന്നുണ്ട് ഈ വായനയിൽ. സീതയും സാവിത്രിയും ബാഹ്യപ്രേരണകളെ ആശ്രയിച്ചല്ല ആ നില നേടുന്നത് എന്നും ഓർക്കാം. ഉച്ഛിഷ്ടം ഭുജിക്കയിൽ ഒരു നാളുമേ ഞാൻ എന്ന് ശഠിക്കുന്ന ഉണ്ണായി വാര്യരുടെ ദമയന്തി ഒഴിച്ചാൽ മലയാളി മുമ്പൊരു സീതയെയോ സാവിത്രിയെയോ നളിനിയെയോ അവ്യക്തമായി പോലും കണ്ടിട്ടില്ല എന്ന് കൽപ്പറ്റ നാരായണൻ അഭിപ്രായപ്പെടുന്നു. നോക്കുക, ഇവരെല്ലാം ലീലയും മാതംഗിയും
ഗൃഹം വിട്ടിറങ്ങിയവരാണ്. ഉടൽ പ്രബുദ്ധതയുടെ ഉടലാവും വരെ അവരൊക്കെ സഞ്ചരിച്ചു. പ്രബുദ്ധത എന്തൊരു മോചനമാണ്! ആശാൻ വായനയെ കവിതയായി കുറിക്കുന്നു കൽപ്പറ്റ നാരായണൻ. സ്വയം നീചനാരിയെന്ന് പരിചയപ്പെടുത്തുന്ന പറയ പെൺകുട്ടിയോട് ജാതി ചോദിക്കുന്നില്ല ഞാൻ സോദരി, ചോദിക്കുന്നു നീർ നാവു വരണ്ടഹോ എന്ന് മറുപടി ഓതുന്ന ആനന്ദനെ ആവിഷ്കരിച്ച ആശാൻ എത്ര വലിയ വിപ്ലവമാണ് വിഭാവനം ചെയ്തത്. വാസവദത്തയുടെ കൃതാർത്ഥത പാടുന്ന മിഴികൾ കൊണ്ട് മാത്രമേ നമുക്കത് കാണാൻ കഴിയുകയുള്ളൂ. ചണ്ടാലയെ പുണ്യശാലിനി എന്ന് വിളിച്ചപ്പോൾ എത്ര തലമുറകളുടെ ജാതിക്കറയാണ് ഒരൊറ്റ വാക്കിൽ കഴുകിക്കളയുന്നത്. പുണ്യശാലിനി, നീ പകർന്നീടുമീ തണ്ണീർ തന്നുടെ ഓരോരോ തുള്ളിയും അന്തമറ്റ സുഹൃദഹാരങ്ങൾ നിന്നന്തരാത്മാവിൽ അർപ്പിക്കുന്നുണ്ടാവാം. ദാഹിക്കുന്നവന്റെ ദാഹമകറ്റുക അവന്റെ നിലനിൽപ്പ് സാധ്യമാക്കലാണ്. ഗുഡ് എന്ന വാക്കിന്റെ ഉറവിടം മാധുര്യം അഥവാ മുലപ്പാലിലുള്ളത് എന്നാണെന്ന് കൽപ്പറ്റ മറ്റൊരു കൃതിയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അപ്പോൾ നിലനിൽപ്പിന് ഹേതുവാകുന്ന നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിലെ പ്രഥമ മനുഷ്യൻ സ്ത്രീ തന്നെയാണ്. ചണ്ടാലവൽക്കരിക്കപ്പെട്ട അവളെ പുണ്യശാലിനി എന്ന് വിളിക്കുമ്പോൾ അതെത്ര മഹത്തായ വീണ്ടെടുക്കലാണ്, അന്തസ്സിൻ പ്രഖ്യാപനവും. പ്രബുദ്ധതയാകുന്ന മോചനത്തിന് ആശാൻ കൊടുക്കുന്ന നിർവചനമാണ് പ്രണയം. കാമശരീരത്തിൽ നിന്നും ബോധശരീരമായി പരിവപ്പെടുന്നതിന്, തന്റെ ഏറ്റവും ദീപ്തമായ അവസ്ഥയെ പുൽകുന്നതിന്, പറയാവതല്ലാത്തൊരു പരമശാന്തി രസത്തിനുറവയായി തോന്നുന്നതിന്, പരിപൂർണ ശ്രദ്ധാകേന്ദ്രമായി അനുവർത്തിക്കുന്നതിന് പ്രണയിക്കു മാത്രമേ കഴിയുകയുള്ളൂ എന്ന് ആശാൻ കൃതികൾ നമ്മെ ഉദ്ബോധിപ്പിക്കുന്നു. ശ്രദ്ധയാർന്നതിനെ ആസ്വദിച്ചു ഹാ സിദ്ധസന്തതി സുഖിക്കുമോമലേ എന്നാണ് നളിനിയോട് ദിവാകരൻ പറയുന്നത്. ഭാഷ കവിതയിൽ എന്ന പോലെയാണ് വ്യക്തി പ്രണയിയിൽ എന്ന് കൽപ്പറ്റയും. ഞാനില്ലെങ്കിൽ നീ വെറും കരിക്കട്ട എന്ന് കൃഷ്ണനോട് പറയുന്ന അയ്യപ്പ പണിക്കരുടെ രാധയും നമുക്ക് കൂടെ ഓർക്കാം. കൽപ്പറ്റ എന്റെ കാവ്യസങ്കല്പം എന്ന ലേഖനത്തിൽ ഒരു പഴയ ചീനക്കഥ ഉദ്ധരിക്കുന്നുണ്ട്. പടർന്നു പന്തലിച്ച ഒരു വൻമരത്തെ ഒരു മാന്ത്രികൻ വീണയാക്കി രൂപാന്തരപ്പെടുത്തി. ആ വീണ ഒരു സംഗീതജ്ഞനും വഴങ്ങിയില്ല. രാജാവിന്റെ കലവറയിൽ അത് വളരെ നാൾ മൂകമായി കിടന്നു. ഒരിക്കൽ ആ നാട്ടിൽ വീണവാദകരുടെ രാജകുമാരൻ എന്നറിയപ്പെടുന്ന പ്രശസ്ത സംഗീതജ്ഞൻ എത്തുകയുണ്ടായി. അയാൾ വീണയിൽ ആദരപൂർവം അതിന്റെ സമ്മതം ചോദിച്ചതിനു ശേഷം വസന്തരാഗം മീട്ടി. വീണയിലെ മരത്തിൽ ഓർമ്മകൾ ഉണർന്നു. അതിന്റെ ഇല്ലാതായ ഇലകൾ തുടിച്ചു. അത് വൃക്ഷമായി പടർന്നു നിന്നിരുന്ന നാളുകളിലെ കുളിരിളം കാറ്റ്, നക്ഷത്രനിർഭരമായ ആകാശം, താഴെ നദിയിൽ നിന്നുള്ള ജലമർമ്മരം, പുതിയ തളിരുകൾ പൊട്ടുന്നതിന്റെ സുഖസമ്മർദ്ദം, ദൂരവനത്തിൽ സിംഹങ്ങൾ ആനന്ദം സഹിക്കവയ്യാതെ അലറാൻ തുടങ്ങി. പാറകൾ നിലവിട്ടുയരാതിരിക്കാൻ ഭൂമിയിൽ അള്ളിപ്പിടിച്ചു. ഓളങ്ങൾ ഉയർന്നു. ഇതുപോലെ അവരുടെ ഓർമ്മകളെ ഉണർത്തി ഉയർത്തിയ ഒരു സംഗീതം അവർ മുൻപ് കേട്ടിട്ടില്ല. അത്ഭുതപ്പെട്ട രാജാവിനോട് അയാൾ പറഞ്ഞു, എല്ലാവരും അവരവർ പഠിച്ച സംഗീതം വീണയിൽ ആലപിക്കാൻ ശ്രമിച്ചു. ഞാൻ വീണയെ അതിന്റെ സംഗീതത്തിലേക്ക് നയിച്ചു. അതിനായി ഞാൻ എന്നെ ആസകലം പുറത്തെടുത്തു. നിങ്ങൾ കേൾവിക്കാർ അതിനായി ആസകലം നിങ്ങളെ പുറത്തെടുത്തു. സംഗീതം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ താൻ സ്വയം പരിണമിക്കുകയായിരുന്നു എന്ന് രാജാവിന് തോന്നുന്നു. അടരടരായി ആശാനെ വിടർത്തിക്കാട്ടുന്ന കൽപ്പറ്റ നാരായണൻ വായനക്കാർക്കേകുന്നതും ഇതേ സംഗീതാനുഭവം. ശ്രോതാക്കൾ കേട്ടത് അടരടരായി ആശാൻ കൃതികൾ കൽപ്പറ്റ നാരായണന്റെ വീക്ഷണത്തിൽ ഡോക്ടർ മാലിനി മുരളി ചെയ്ത പ്രഭാഷണം. ഇനി